നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ സിബിഐ. ഇതിനായി ചൊവ്വാഴ്ച വയനാട്ടിലേക്ക് എത്താൻ കുടുംബത്തിന് നിർദ്ദേശം നൽകി. കൽപ്പറ്റ ഡിവൈഎസ്പി മുഖേനയാണ് കുടുംബത്തിന് നിർദ്ദേശം നൽകിയത്. പോലീസ് നൽകാത്ത കൂടുതൽ തെളിവുകൾ താൻ സിബിഐക്ക് കൈമാറുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചു. ഡൽഹിയിൽ നിന്നെത്തിയ സിബിഐ സംഘമാണ് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നത്. സിബിഐ എസ്പിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ശനിയാഴ്ചയാണ് വയനാട്ടിലെത്തിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം വയനാട്ടിലെത്തിയത്. ഇവർ ജില്ലാ പോലീസ് മേധാവിയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു എസ്പിയും ഡിവൈഎസ്പിയും 2 ഇൻസ്പെക്ടർമാരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘമെന്നാണ് ലഭിക്കുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരമാണ് നടത്തിയത്. ഫയലുകൾ പരിശോധിക്കുകയും മറ്റ് വിവരങ്ങൾ തേടുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നാണ് സൂചന. 2 ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിൽ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര സർക്കാർ ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് സിബിഐ അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കിയത്. അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾക്ക് നേട്ടമാകുമെന്ന അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഏപ്രിൽ 9 മുൻപ് വിജ്ഞാപനം ഇറക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. മകന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അടിയന്തരമായി സിബിഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അച്ഛൻ ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്തായാലും കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ സിബിഐ സംഘം എത്തി. അതിനുശേഷം നേരെ ഇന്നലെ വയനാട്ടിലേക്ക് എത്തിയതിനു ശേഷം ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമായ ചർച്ചകൾ നടത്തിയിരുന്നു. ശേഷമാണ് ഇന്ന് അച്ഛനെയും അമ്മയും കുടുംബത്തിനെ അടക്കം ചൊവ്വാഴ്ച വയനാട്ടിലേക്ക് എത്താനും കൂടുതൽ കാര്യങ്ങൾ കയ്യിലുള്ളതൊക്കെ തന്നെ ഏൽപ്പിക്കാനും പറഞ്ഞത്. നേരത്തെ തന്നെ മലയാളി വാർത്തയിലൂടെ തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഇടയാക്കിയ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി എഴുതിയ പെൺകുട്ടിയുടെ ചിത്രം അടക്കം അദ്ദേഹത്തിന്റെ പക്കലുള്ളതെല്ലാം തന്നെ മലയാളി വാർത്തയുടെ പുറത്തുവിട്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം സിബിഐക്ക് കൈമാറുമെന്നാണ് മനസ്സിലാകുന്നത്. സിബിഐ തുടർ നടപടികൾ സ്വീകരിക്കട്ടെ. അതിനുശേഷം തന്റെ മകന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ച് അവനെ എന്നേക്കുമായി തങ്ങളിൽ നിന്നുമൊക്കെ പോകേണ്ടി വരാൻ കാരണക്കാരായവരെ എല്ലാവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് വേണ്ട ഈ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ കൃത്യമായി തന്നെ ലഭിക്കണമെന്ന് തന്നെയാണ് അച്ഛന്റെ ആവശ്യം. അത് അങ്ങനെ തന്നെ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ കൂടുതൽ ശക്തമാവുകയാണ് കാര്യങ്ങൾ. അച്ഛന്റെ ഒരൊറ്റ ആളുടെ പോരാട്ടം തന്നെയാണ് സിബിഐ എത്തുകയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകാനായി ഇടയാക്കിയത്.